വളരെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മളെ പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള സംവിധായകർ അല്ലെങ്കിൽ അവരൊക്കെ തന്നെ പ്രൊഡ്യൂസേഴ്സൊക്കെ അവർ വിളിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ നല്ല സജീവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്തുനിന്ന് പിന്നീട് എനിക്കങ്ങോട്ട് പടങ്ങൾ തീരെ കുറയുമായിരുന്നു. ഉഷ, ഈ കാര്യത്തിൽ ഈ പവർ ഗ്രൂപ്പിൻ്റെ പേരുകൾ ഇതിൽ ആരൊക്കെയാണ് ഉള്ളത്? അവരാണല്ലോ ഈ മേഖലയെ തന്നെ നാശമാക്കുന്നത്. അപ്പോൾ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഉഷ? തീർച്ചയായിട്ടുമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവരാരാണ്? ഇവരെന്തിനിങ്ങനെ ദ്രോഹിക്കുന്നു? നമ്മുടെ ഇതൊരു തൊഴിലിടമല്ലേ, നമ്മൾ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവിടെ സുരക്ഷിതരായിട്ട് ജോലി ചെയ്യാൻ ഇനിയുള്ള തലമുറയിലെ പെൺകുട്ടികൾക്കെങ്കിലും കഴിയണം. ഇവരുടെ ഇത്തരം ഇടപെടലുകൾ ചെയ്യാൻ പാടില്ല. അത് ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും. നമ്മുടെ സംഘടനാപരമായിട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ വാർത്തയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, ഈ പവർ ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അവര് പ്രധാനപ്പെട്ട താരങ്ങളും പ്രധാനപ്പെട്ട സംവിധായകരും നിർമ്മാതാക്കളുമാണെങ്കിലോ ഉഷ? പ്രധാനപ്പെട്ട താരങ്ങളും പ്രധാനപ്പെട്ട സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ആണെങ്കിലോ എന്താ? ആരായാലും എന്താ? തെറ്റ് ചെയ്താൽ വരണം, പിന്നെ തീർച്ചയായിട്ടും വരണം. ഉഷയ്ക്ക് അവസരമുണ്ട്. കൊടുക്കണം. അല്ല, പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഉഷയ്ക്ക് അനുഭവമുള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലാരായിരുന്നു? ഇപ്പോൾ പേരുകൾ പുറത്തു വരണമെന്ന് ഉഷ തന്നെ ആഗ്രഹിക്കുമ്പോൾ സ്വന്തം അനുഭവം കൂടി തുറന്നു പറയേണ്ടതുണ്ട്. ആരാണ് ഉഷയ്ക്ക് അവസരങ്ങൾ നിഷേധിച്ചത്? താരമാണോ അതോ സംവിധായകരാണോ നിർമ്മാതാവാണോ? ആരാണ്? അറിയില്ല. അത്രയും പേരുണ്ട് നടന്മാർ. ഞാൻ സംവിധായകരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ, നിർമ്മാതാക്കളുടെ കാര്യം എനിക്കറിയില്ല. നടന്മാരുള്ള ഒരു ഗ്രൂപ്പ് നമ്മുടെ അമ്മ സംഘടനയിൽ തന്നെയുള്ള ആണ്. ആരെങ്കിലും പേരെടുത്ത് പറയാൻ സംസാരിച്ചതുകൊണ്ട് വിരൽ ചൂണ്ടി സംസാരിച്ചു. ഇല്ല, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇപ്പോൾ പറയേണ്ടി വന്നാൽ പറയാമെന്നേ ഉള്ളൂ. ഞാൻ വിരൽ ചൂണ്ടി പിന്നീട് അത് എന്നോട് നടൻ മുരളിച്ചേട്ടൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് എന്നോട് പറഞ്ഞു, നീ അന്ന് സംസാരിച്ചത് അവർക്കെല്ലാവർക്കും ഞാൻ വിരൽ ചൂണ്ടി സംസാരിച്ചു. കാര്യങ്ങൾ ഞാൻ ന്യായമാണ്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു നടനാണ് സിനിമ അങ്ങനെ പറയുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ അവരോട് പറയുന്നത്. ഒരു നടനെന്ന് പറയാൻ പറ്റില്ല, കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെയാണോ? എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിലെ സ്ത്രീ കഥാപാത്രങ്ങളോ? അതേക്കുറിച്ച് സംഘടനാപരമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള ഏതോ നടിമാരെങ്ങനെയായിരുന്നു? ബാക്കി നടിമാരുണ്ടല്ലോ, അവരുടെ പിന്തുണ ഉണ്ടായിരുന്നു ഉഷയ്ക്ക്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അല്ല, ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നടിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതങ്ങനെ ചെയ്ത് ശരിയായില്ല, അതെങ്ങനെ ചെയ്ത് ശരിയായില്ല, നീ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരൊക്കെ പിൻവലിഞ്ഞു. അവർക്കൊക്കെ അവരുടെ നിലനിൽപ്പായിരുന്നു വലുത്. ഞാൻ ഒറ്റയ്ക്കായി. ശരി ഉഷ, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ തന്നെ മൊഴി കൊടുത്തവരൊക്കെ പേടിച്ചിട്ടാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. അവരുടെ പേര് വിവരം പുറത്തു വരരുത്, വന്നാൽ ജോലി തന്നെ നഷ്ടപ്പെടുമെന്നുള്ളതാണല്ലോ ആത്യന്തികമായ ഭയം. അപ്പോൾ ആ ഒരു ഭയത്തിലാണ് പലരും മൊഴി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേസ് എടുക്കുമ്പോൾ കേസിന് പോയിക്കോളൂ എന്നിപ്പോൾ ഉഷ പറയുന്നല്ലോ, ഓരോരുത്തരും അങ്ങ് കേസ് കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു ധൈര്യമുണ്ടെങ്കിൽ ആദ്യമേ കൊടുക്കാമായിരുന്നല്ലോ. ആ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് കമ്മിറ്റി മുമ്പാകെ പോയത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരിനി കേസ് കൊടുക്കുകയാണോ വേണ്ടത്? സർക്കാർ തന്നെ സ്വന്തം നിലയ്ക്ക് കേസെടുക്കുകയല്ലേ വേണ്ടത്? ഇവരുടെ മൊഴി തന്നെ ഒരു തെളിവായി തീരുമാനിച്ചുകൊണ്ട് കേസെടുക്കുകയല്ലേ വേണ്ടത്? അങ്ങനെയാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ എടുക്കാമോ? എനിക്കറിയില്ല, അതിൻ്റെ നിയമവശങ്ങൾ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഈ പെൺകുട്ടികൾ എങ്ങാനും അവസാനം കാല് മാറിക്കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ ഞങ്ങൾ പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കുന്നവർ കുടുങ്ങൂലേ? അങ്ങനെയല്ല ഉഷ, ഇവർ തന്നെ പരാതി കൊടുത്താൽ പരാതിയായിട്ടാരും മൊഴിയൊക്കെ റെക്കോർഡ് ചെയ്ത് തന്നെ സൂക്ഷിച്ചിട്ടുള്ളതാണ്, ഇൻ ക്യാമറയാണ്. അതുകൂടാതെ ഈ തെളിവുകൾ, പലരും തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ഫോണിൽ വന്ന കോളുകളുണ്ട്, ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തെളിവായിട്ട് അവിടെ സർക്കാരിൻ്റെ പക്കലുണ്ട്. അപ്പോൾ ആ തെളിവിന്മേൽ നടപടിയെടുക്കുമ്പോൾ ഈ പവർ ഗ്രൂപ്പ് പുറത്തു വരും ഉഷ. വരട്ടെ.
വരട്ടെ. ഞാൻ പറയുന്നത് ഇതൊന്നും പുതിയ തലമുറയിലുള്ള പിള്ളേർ, ഇപ്പോൾ വന്ന സിനിമയിൽ വന്നിട്ടുള്ള പുതിയ ജനറേഷനിലുള്ള സിനിമാ പ്രവർത്തകരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അവരുടെ വർക്ക് നന്നാക്കണം. ഇതൊക്കെ വന്നിരിക്കുന്നത് മുഴുവനും മുൻപ് ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇവർ ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോയാൽ വരുന്ന പുതിയ തലമുറയിലുള്ള പിള്ളേരെങ്കിലും മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കട്ടെ. അപ്പോൾ ആരാണ് തെറ്റ് ചെയ്തത് അവരെ കൊണ്ടുവരട്ടെ, പുറത്തു വരട്ടെ. പുറത്തു വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ WCC എന്ന് പറഞ്ഞ സംഘടന മുന്നിൽ വരണം. WCC എന്ന സംഘടന രൂപീകരിച്ചത് എപ്പോഴാണെന്നും അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ ഉഷയ്ക്കും അറിയാം. WCC വന്നതിന് ശേഷമാണല്ലോ. അതെ, WCC വന്നതിന് ശേഷമാണല്ലോ ആ ഒരു സംഘടന വരികയും അവർ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ വന്ന കുട്ടികളെല്ലാവരും വളരെ ബോൾഡായിട്ടുള്ളവരും വല്ല വിദ്യാഭ്യാസം നേരത്തെ ഉള്ളവർ ഇതൊന്നും അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മുൻപോട്ട് വരാൻ തയ്യാറല്ലായിരുന്നു ആരും, പറയാൻ തയ്യാറല്ല. ഞാൻ ഉൾപ്പെടെയുള്ളവർ തയ്യാറല്ലായിരുന്നു, പറയാൻ തയ്യാറല്ല. എവിടെ പറയാനാണ്? നിയമമില്ല, പിന്നെ ഇതുപോലെ മീഡിയകളില്ല, പിന്നെ സംഘടനകളില്ല. പരാതി എവിടെ പറയാനാണ്? ഇത്രയും വർഷമായിട്ട് നമ്മുടെ സർക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇങ്ങനൊരു കമ്മീഷൻ വെച്ച് ഔദ്യോഗികമായിട്ട് ഇത് ഇങ്ങനെയൊക്കെ തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തെളിവ് സഹിതം കൊണ്ടുവരാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ്, വലിയ കാര്യമാണ്. സർക്കാർ ഞാൻ അഭിനന്ദിക്കുകയാണ്, നമ്മുടെ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. സർക്കാർ ഒരു അന്വേഷണ കമ്മിറ്റി ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചാൽ ഉഷ, സർക്കാർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചാൽ അതുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണല്ലേ ഉഷ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ WCC എത്ര പേർ സഹകരിക്കും? നമ്മളിപ്പോ പറയുമെങ്കിലും പറഞ്ഞോളൂ. നമ്മളിപ്പോൾ പറയുമെങ്കിലും കുറച്ച് ദിവസം ഇവരൊക്കെ കാലുമാറും. അതാണ് എല്ലാവർക്കും ഭയം. ഇവരൊക്കെ പറഞ്ഞാൽ കാലുമാറാതെ ധൈര്യപൂർവ്വം അവരൊക്കെ നിൽക്കണമെന്നുള്ളതാണ്. ഉഷ, WCC കുറിച്ച് പറഞ്ഞല്ലോ. WCC അംഗം അല്ല അല്ലേ ഉഷ? അല്ല അവർ നമ്മളെ ആരെയും വിളിച്ചിട്ടുമില്ല, കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവർ കുറച്ച് പേര്, അതൊരു വലിയ പറയേണ്ട കാര്യം തന്നെയാണ്. അവർ പിന്നെ ഒരൊറ്റ വിഷയത്തിന് വേണ്ടി മാത്രമാണ് അവരങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിനുവേണ്ടി മാത്രം അവർ നിൽക്കുകയൊക്കെ ചെയ്തൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള നടിമാരായ ഞങ്ങൾ എത്രയോ ആൾക്കാരുണ്ട്. ഞങ്ങളെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് ഈ സംഘടനയിൽ അംഗമാക്കണം. അപ്പൊ ആവാൻ തയ്യാറാണ്? പറയൂ. അല്ല, ഞാൻ ചോദിക്കുന്നത്, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് WCC രൂപീകരിക്കപ്പെടുന്നത്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി അടക്കം രൂപീകരിക്കപ്പെട്ടത് WCC പോയി സർക്കാരിനെ കണ്ടിട്ടൊക്കെയാണ്. അവരുടെ ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തിയത്. അതെ അതെ. അപ്പോ WCC അംഗമാകാൻ ഉഷ ആഗ്രഹിക്കുന്നു. അഭിനന്ദിക്കുന്നു അവരെ, ആ കുട്ടികളെ, അതിനകത്തുള്ള നടിമാരെ, തുറന്നു പറഞ്ഞ നടിമാരെയും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച നടിമാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷെ അവര് ഞങ്ങളുടെ സംഘടന വിട്ടുപോ, അമ്മ സംഘടനയിൽ നിന്നുകൊണ്ട് പോരാടാമായിരുന്നു, ഞങ്ങളൊക്കെ അവർക്കൊപ്പം നിന്നേനെ. പക്ഷെ അവർ നമ്മളോടൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കാതെ അവർ തനിയെ ഒരു തനിക്കൂട്ടമായിട്ട് നിന്നതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ആരെയും അതിനകത്ത് ഉൾപ്പെടുത്താതെ അവർ കുറച്ചു പേര് മാത്രം. അത് ശരിയല്ല. നമ്മളിപ്പോൾ നമ്മുടെ സംഘടനയിലുള്ള ഒരു സ്ത്രീക്കൊരു പ്രശ്നം ഉണ്ടായാൽ, അത് നമ്മുടെ സംഘടനയിൽ ഇല്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ പോലും പുറത്തുള്ള നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ന്യായത്തിന്റെ കൂടെ നിൽക്കും, അല്ലേ? പക്ഷെ ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി ഈ സംഘടന ഉണ്ടായില്ലല്ലോ. ഇല്ല, ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഒരു സംഘടനയിൽ നിൽക്കണ്ട എന്ന് ഒരു സംഘം വിചാരിക്കുകയാണ്. അത് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഉഷ ഒരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ പറഞ്ഞല്ലേ ഉഷ, അപ്പോൾ ഈ AMMA സംഘടനയിലുള്ള ഒരുപാട് നടിമാർക്കെങ്കിലും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ WCC നിലപാടിനോട് അതിനെ അനുകൂലിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ പ്രതികരിക്കാനുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ ധൈര്യമില്ല. ഇപ്പോൾ സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോഴുള്ള താങ്കൾ പറഞ്ഞതുപോലെ ഈ കൈനീട്ടം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. പ്രായമായ ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി ജീവിക്കാനുള്ള ഒരു സാഹചര്യം എന്നുള്ള നിലയ്ക്ക് ആ സംഘടനയുമായി ചേർന്ന് പോകുന്നു. പക്ഷെ മനസ്സപ്പുറത്താണ്. അങ്ങനെയാണോ? അതെ 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 അതെ, ശരിയാണ്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ സഹപ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച വിഷയങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അപ്പോഴും അവർക്കൊക്കെ ഉള്ള പരാതി, ഇവർ നമ്മളെ ആരെയും അതിനകത്തേക്ക് WCCയിലേക്ക് നിങ്ങൾ വരൂ, WCCയുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടില്ല.
ഞങ്ങളോട് ആരോടും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ ഉണ്ട് എങ്കിലും ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്ന സ്ഥിതിക്ക്, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.